ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലെസ് യു. നമ്മളപ്പം 3-4 ദിവസമായി യാത്ര ഇറങ്ങിയിട്ട്, 4-5 ദിവസമായി ഇറങ്ങിയിട്ട്. അപ്പം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഒറ്റ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം. ഈ റൂട്ടിലൂടെ നമ്മൾ പോകുന്നത് കണ്ടോ. നമ്മളിത് വിൻഡ് മില്ലിൻ്റെ അടുത്ത് നിൽക്കും. ഇതുണ്ട് അത്. അതെ, പെട്രോൾ പമ്പിലാണ് ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയതായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ അവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്കിനി അങ്ങ് പോകണം. ഇനി 3-4 മണിക്കൂറുണ്ട് നാട്ടിലോട്ട്. ഇത് നമ്മൾ ഇതുണ്ടോ കൊച്ചിയിലോട്ടല്ല പോകേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് തെന്മലയ്ക്ക് 59 മിനിറ്റ് തെന്മല വരെ ഉള്ള ലൊക്കേഷനാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി നോക്കാൻ വെച്ചാൽ പമ്പ് കഴിഞ്ഞ് കുറേ ഓടിയായിരുന്നു. അതിന് ശേഷമൊക്കെ നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരള കയറിയെന്ന് വെച്ചാൽ അങ്ങനെ ഫുള്ളായിട്ട് കയറിയിട്ടില്ല. ഇതിൽ കേരള വണ്ടിയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഒരു മോര് ഇവിടെ കിട്ടി. തമിഴൻ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു മോര് കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ആൾക്ക് മോര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോര് നമുക്കത് കുടിക്കാം. നമ്മളിത് അവിടുന്ന് മോരൊക്കെ കുടിച്ചത് എന്തത് 2 സൈഡിലുള്ള മല കണ്ടോ. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നു. ഇപ്പം മഴ ചാറിക്കൊണ്ടിരിക്കുമോ. വണ്ടി നിർത്തി. ആളുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടോ. കണ്ടോ. മോനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അബ്ബാല്. ഇതൊക്കെ നല്ല രസമുണ്ട് കണ്ട. എൻ്റെ മോനെ എന്തോ മേളിലൊന്നും നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുക. കേരളത്തിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം വെയിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റ് വീശുന്നു.
പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുകണ്ട, മഴ പെയ്യാതെ വണ്ടി ഒന്ന് ഒതുക്കി. നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുകണ്ട. നമ്മളത് നാട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴി എവിടെ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ ഇപ്പോൾ പോകുന്നത് നമ്മൾ. അതെ, എന്താ ഇത് തെന്മല എക്കോ ടൂറിസം അഡ്വഞ്ചേഴ്സ്. ഞാനിവിടെ ഇടയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പം എന്തായാലും ഇവിടെ കയറുന്നുണ്ട്. നാട്ടിലോട്ട് പോകുന്ന വഴിയായതുകൊണ്ട് നമ്മളെന്തായാലും പോവാം അങ്ങോട്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ചായ കുടിച്ച അവിടെ തിരിച്ചു. അത് ഒരു ഇവിടുന്ന് മുന്നേ ഉള്ളൊരു ഹോട്ടലല്ലല്ലോ, ചായക്കടയിൽ നിന്ന് ബൂസ്റ്റും വടയും കഴിച്ച് എൻ്റെ ഇപ്പോൾ പോകും. അപ്പം ഇച്ചിരി നേരമായി അവിടെ നിന്ന് വിട്ടിട്ട് ഉച്ചഭക്ഷണമൊന്നും കഴിച്ചില്ല. പക്ഷെ ഇപ്പോൾ സമയം 1-2 എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ അടൂർ റോഡ് പുനലൂർ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി. നമ്മളെന്തായാലും ഇങ്ങോട്ട് പോകും, ജസ്റ്റ് നിർത്തുക, നമുക്ക് പോകാം അങ്ങോട്ട്. നമ്മളങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നത് ഹെൽമെറ്റൊക്കെ ഇരുന്നത് ഈ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇത് വേണ്ട, മണ്ണെല്ലാം അടിച്ച് കയറിച്ച് മഴയായിരുന്നു. കേരളം കയറിയിടം പോലെ നല്ല മഴ. മറ്റേത് അകത്തിരിപ്പുണ്ടല്ലോ, അതുകൊണ്ടുണ്ട്. നമ്മളത് 3000 ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഇനി മൊത്തം സർവീസ് ചെയ്യണം, എൻജിൻ ഓയിലൊക്കെ മാറണം, എല്ലാം സെറ്റാക്കണം. ഇനി അടുത്ത യാത്രയ്ക്ക് മുന്നേ ഇനി അടുത്ത സെറ്റപ്പൊക്കെ ചെയ്ത് വെക്കണം. ഇനി ഉടനെ എന്തായാലും ഇനി ഉണ്ട്, നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാധനങ്ങളൊക്കെ അതായത് അകത്തോട്ട് എടുക്കുമായിരുന്നു. എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വഴിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ എന്തായാലും എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ നിന്ന്. ഈ ഹെൽമെറ്റും എടുത്താൽ മതി. ഇതിൻ്റെ ഇതുണ്ട്, ഇവിടെ പൊട്ടിപ്പോയായിരുന്നു. ഇനി അതെല്ലാം അഴിച്ച്, ഞാൻ ചേസിന്നായിരുന്നു അത് കെട്ടിയിരിക്കുന്നത്, അതെല്ലാം ഇനി മാറ്റി വരേക്കണം. ഇനി ഇത് ഈ സീറ്റിൻ്റെ അതൊക്കെ അഴിച്ചെടുക്കണം. കുറച്ച് സെറ്റപ്പ് ഉണ്ട്. സീറ്റ് അഴിച്ചെടുക്കട്ടെ, ഒരു മിനിറ്റ്. അതെ, ഇനി നമ്മുടെ സീറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ അടിയിൽ ലോക്ക് ചെയ്തിരുന്നു. ഇത് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ടൈറ്റിന് വേണ്ടി കെട്ടി വെച്ചതാണ്. അഴിക്കട്ടെ, ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ സീറ്റ് അഴിച്ചെടുത്ത് ഇനി അടുത്ത യാത്രയ്ക്ക് നമ്മൾ പുതിയ ഒരെണ്ണം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് പക്ഷേ അന്ന് നമുക്ക് കിട്ടിയില്ല പോകാൻ വേണ്ടി. ഇത് പഴയത് തന്നെ. നമുക്ക് പഴയതെന്ന് വെച്ചാൽ കഴിഞ്ഞ യാത്രയ്ക്കാണ് ഇത് ചെയ്തത്. പക്ഷേ ഇതെന്താ പറയുക, കുറേ അങ്ങോട്ടേക്കും താന്ന് കഴിയുമ്പോഴേ പിന്നെ ഇത് ഒത്തിരി അങ്ങ് ചെറുതാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ ഒരെണ്ണം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ മോഡലല്ല, വേറൊരു ടൈപ്പ് സാധനം. നമുക്കിതൊക്കെ അഴിച്ച് മാറ്റണം വണ്ടിയിൽ. ഇത് ഓൾറെഡി ഇത് കിടന്നിരുന്നത് ഞാനിത് ഫിറ്റ് ചെയ്തതായിരുന്നു. ഇതുണ്ടത് ഇവിടുന്ന് ടൈറ്റ് ചെയ്തത്. അപ്പം പിന്നെ വേറെ അങ്ങോട്ടും എപ്പോഴും വലിച്ച് കെട്ടാൻ നിൽക്കണ്ടല്ലോ എന്ന് വെച്ച് ചെയ്തത്. പക്ഷേ പൊട്ടിപ്പോയി. സാരമില്ല, നമുക്ക് വേറെ ചെയ്യാം. നമ്മൾ സീറ്റെല്ലാം അഴിച്ചെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ ഇതുണ്ട്, മൊത്തം അഴുക്ക വണ്ടി. തമിഴ്നാടൊന്നും വെച്ച് പൊടിയേ ഇതൊക്കെ ഉള്ളായിരുന്നു, ചെളിയായിട്ടൊന്നും ഇല്ല. ഇതുണ്ട. പക്ഷെ കേരളം കയറി കഴിഞ്ഞാൽ തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും എല്ലാം ആയി. അങ്ങനെ മൊത്തത്തിൽ എഴുതുണ്ട്. അതെ, എന്താ എല്ലാം സെറ്റാക്കണം. വണ്ടി മൊത്തം ക്ലീനാക്കി വെക്കണം. നമ്മളെ സ്പ്ലെൻഡർ റൂട്ടിനപ്പുറം സൈഡിൽ ഇരിപ്പുണ്ട്, അത് എടുക്കണം. ഇനിയിപ്പോൾ അപ്പോൾ എടുത്തിട്ട് ഇതിന് റെസ്റ്റ് കൊടുക്കണം കുറച്ച് ദിവസം. ഇത്രയും ദിവസം 5-6 ദിവസം കൊണ്ട് കിടന്ന് ഓടുക. ഇനി അതിന് റെസ്റ്റ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത യാത്രയ്ക്ക് കാണാം. ടാറ്റാ, ബൈ. കാറിനകത്ത് ഒരു വഴിക്ക് വരെ പോകാൻ പോവാ. വന്നതേ ഉള്ളൂ, വന്നോടേ തന്നെ ഒരാവശ്യമുണ്ട് എനിക്ക്. അതൊന്ന് ചെയ്തിട്ട് വരന്ത് നമ്മൾ ഉണ്ണിക്കണ്ണ ഇനിയിപ്പോൾ അവന് റെസ്റ്റായി. അടുത്ത് ഈ ഒരു സാധനമായിട്ട് വയ്ക്കണം. ഇപ്പോൾ വരാം. എത്ര ദിവസമായത് കാർ ഓടിച്ചിട്ട് മോനെ, വേറൊരു ഫീല്. കുറേ ദിവസത്തിന് ശേഷം ഒരു വലിയ വണ്ടി ഓടിക്കുന്നു. ഒരു ദിവസം ഉണ്ണിക്കണ്ണനും വലിയ വണ്ടി തന്നെ, അതല്ല എങ്കിലും
ഒരു ഫീല് വേറെ.